സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം ആചരിച്ചു. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പൊതുവിദ്യാലയങ്ങളിലും ഇത് സംബന്ധിച്ച പ്രതിജ്ഞ ചൊല്ലി. വൈക്കം നഗരസഭ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീ സുഭാഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ ശ്രീമതി പ്രീത രാജേഷ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ, വൈസ് ചെയർമാൻമാർ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ മുതിർന്ന പൗരന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ തലമുറയിലെ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്നവരെ ഇന്നത്തെ നിലയിൽ വാർത്തെടുക്കുന്നതിൽ അവർ വഹിച്ച പങ്കിനെക്കുറിച്ചും അവരെ ആദരവോടെയും സ്നേഹത്തോടെയും ശിഷ്ടകാലം പരിപാലിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വയോജനങ്ങളെ നോവിക്കുകയില്ല എന്നും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഈ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി സിന്ധു സജീവൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി ബിന്ദു ഷാജി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി ലേഖ ശ്രീകുമാർ, കൗൺസിലർമാർ രാജശേഖരൻ, ഇന്ദ്രാദേവി, ബിജിമോൾ, രാധിക ശ്യാം, അശോകൻ വെള്ളവേലി, നഗരസഭാ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയുമുണ്ടായി.